ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നെൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഒരു മോർണിംഗ് റുട്ടീനോ അല്ലെങ്കിൽ എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുക്കീസ് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീനട്ട് കുക്കീസിനെ പറ്റിയിട്ട്. അപ്പം ആ റെസിപ്പി ഞാൻ വീണ്ടും ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ. ബ്രൗൺ ഷുഗറൊക്കെ വാങ്ങിയിട്ട് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുക്കീസ്. ഞാനിതിൻ്റെ റെസിപ്പി ആയിട്ട് പിന്നൊരു വീഡിയോയിൽ ചെയ്യേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വല്ലാണ്ട് നന്നായിട്ടില്ല, പക്ഷെ കഴിക്കാൻ പറ്റുവേനും. അപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. എന്നിട്ട് റെഡി ആവുകയാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ എണീറ്റ് വേഗം കിച്ചണിലേക്ക് വന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ. ചോറിന് അരിയും വെള്ളം കൂടി ഞാൻ ഒരുമിച്ചാണ് ഇടൽ. വെള്ളം തിളച്ചിട്ട് അരി ഇടാൻ നിൽക്കലില്ല, അത് ഒരുമിച്ച് തന്നെ ഇടും. അപ്പം അതിന് വെച്ചിരിക്കണം കേട്ടോ. കാരണം ഇന്ന് ഇസാൻക്ക് സ്കൂളിലെ ദിവസമാണല്ലോ, അപ്പോൾ എനിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പം ചോറ് അവിടെ ആവുന്ന നേരം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഷാക്ഷുക്കാണ് കേട്ടോ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല ഷാക്ഷുക്ക. ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കിയത് എനിക്ക് ആ ഒരു മുട്ടൻ്റെ ആ ഒരു മഞ്ഞല്ലേ, അത് നല്ലോണം വെന്തുപോയി. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമായില്ല. പക്ഷെ അത് ഷാക്ഷുക്കയിൽ ശരിക്കും ആ ഒരു മഞ്ഞ നല്ലോണം കുക്കാവില്ലല്ലോ. പിന്നെ ആ മഞ്ഞ നല്ലോണം കുക്കാവാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും ഞാൻ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആ വെളുത്തുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 എഗ്ഗാണ് ഇട്ട് കൊടുക്കുന്നത്. ആ 3 എഗ്ഗിന് ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളിയിലേക്ക് 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എന്താണ് കോമ്പിനേഷൻ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം നമ്മളിതിന് മുന്നേ ട്രൈ ആക്കാത്ത ഒരു സംഭവമാണല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് കണ്ണു വെച്ച പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണച്ചത്തിരി. അപ്പം അതുണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കാത്ത പത്തിരിയാണ് ഇട്ടത്. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിരി, പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. കാരണം ഇത് കുറച്ച് പണിയാണ് ഉണ്ടാക്കാൻ. 2 തവണ പരത്തി അങ്ങനെയൊക്കെ എടുക്കണമല്ലോ. അപ്പം നമുക്ക് ഈ രാവിലൊന്നും ഈ നേരമില്ലാത്ത ടൈമിൽ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ ആ പത്തിരി ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പം എണീക്കാൻ ലേറ്റ് ആവുന്നതിനോട് വേഗം ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ ഈ ഗോതമ്പിൻ്റെ പത്തിരി കൂടുതലും ഉണ്ടാക്കുമ്പോൾ, ഗോതമ്പ് പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ വേഗം ഞാൻ നമ്മളെ പൂരിയാണ് ഉണ്ടാക്കൽ. അതാകുമ്പോൾ പിന്നെ വേഗം പണി കഴിയുമല്ലോ. ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കല്ലേ, വേഗം പൂരി ഉണ്ടാക്കും. അതാകുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്, വേഗം പണിയും കഴിയും. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ടൈമുണ്ട്, അപ്പോൾ കണ്ണച്ചത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. ഞാൻ കുറേ പൊടിയൊക്കെ കൊയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് പ്രോസസ്സർ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങനെ കൊഴിച്ചെടുക്കും കേട്ടോ, കുറച്ചൊക്കെ ആണെങ്കിൽ. ഇത് ഞാൻ രാത്രി ഈ ചപ്പാത്തി ഉണ്ടാക്കാനെന്നും കൂടി വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം മാവ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ നമ്മൾ നോർമൽ പൊടി ഒഴിക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കലില്ല. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് ഈ ഒരു കണ്ണച്ചത്തിരി. ഇമ്മക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. കാരണം അത് ഉണ്ടാക്കി ഇമ്മക്കതിപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കുന്നത് തോന്നുന്നുണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പണിയാണ്, മടിയാണ്. ഒരു 5-6 എണ്ണം പരത്തി അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബാക്കി ഉണ്ടാക്കാൻ മടിയാവും. അങ്ങനെ നമ്മളെ ഡോ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കറിയിലേക്കുള്ള ഉള്ളി കൂടി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഈ ഒരു തക്കാളി ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ച് ഒഴിക്കുന്നതാണെന്ന് തോന്നുന്നു, പേസ്റ്റ് ആക്കിയിട്ട് ഒഴിക്കുന്നതാണ് തോന്നുന്നത്. ഗ്രേവി ഒന്നുകൂടി നല്ല ക്രീമി ആവും. അപ്പം ഞാനിപ്പം ഇങ്ങനെ ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഗ്രേവി ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് നോക്കണം. എൻ്റെ മക്കൾക്ക് ഈ പത്തിരിപ്പൊടി കൊണ്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരാൾ പാർത്ത് നോക്കുകയാണ് പൊടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ കൂടുതൽ അങ്ങനെ കൊടുക്കാറില്ല, കാരണം ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി
ഒട്ടിച്ചിട്ടാളും അവിടെ തേച്ച് ഇവിടെ തേച്ച് അങ്ങനെ കളിക്കും കേട്ടോ. പക്ഷെ ചില സമയത്ത് ഞാൻ കൊടുക്കും, ചില സമയത്ത് കൂടുതലും ഞാൻ കൊടുക്കലില്ല. ഇവിടെ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ബാക്കി രണ്ടാളും വരും ചോദിക്കാൻ. ഇതിപ്പം സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് പിന്നെ ഇസാനും ഒക്കെ അതിൻ്റെ തിരക്കിലായിരിക്കും. എസ്സ ഉറങ്ങായിരിക്കും, ഇസാന് പിന്നെ എൻ്റെ ഇളയിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റിച്ച് ഒക്കെ ആകുമ്പോൾ എനിക്ക് കിച്ചണിലേക്ക് വന്ന് നോക്കാനുള്ള ടൈം കിട്ടില്ല സ്കൂളിലെ ദിവസം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ, കഷ്ണം തരുമോ, എന്നിട്ട് ഓരോതുകൊണ്ട് ഓരോ കളി കളിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ണച്ചത്തിരീൻ്റെ അടിപൊളി കോംബോ എന്ന് പറയുന്നത് ചിക്കനോ ബീഫോ കറിയാണ് കേട്ടോ. നമ്മളവിടെയൊക്കെ എന്തെങ്കിലും സൽക്കാരമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ ഒരു കോംബോ എന്തായാലും ഉണ്ടാവും, കണ്ണച്ചത്തിരിയും ബീഫ് കറിയും. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണച്ചത്തിരിയും നല്ല ചിക്കൻ മുളകിട്ടതും അതിവിടെ എന്തായാലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല ചൂടോടുള്ള കണ്ണച്ചത്തിരിയും നല്ല ചൂട് ബീഫ് കറി അല്ലെങ്കിൽ നല്ല ചൂട് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കോഴിക്കോടുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു കോംബോ കഴിച്ചിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലും സൺഡേ ഒക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ബീഫ് വാങ്ങി വരും, എന്നിട്ട് രാവിലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കും. ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും കൂടി ഒരുമിച്ച് ബീഫ് കറി ഉണ്ടാക്കും. ഇമ്മ കണ്ണുവെച്ചത്തിരിയോ അല്ലെങ്കിൽ പുട്ടോ ഉണ്ടാക്കും. കൂടുതലും കണ്ണച്ചത്തിരി ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അത് നല്ല ടേസ്റ്റാണ്. ചൂടോടുള്ള കണ്ണച്ചത്തിരി നല്ല ചൂട് ബീഫ് കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അന്നത്തെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അടിപൊളിയാവും. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഒറ്റക്കായ സമയത്ത് അങ്ങനത്തെ സൺഡേ എന്ന് പറയുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഡേ ആണ് എനിക്ക്. എന്തെങ്കിലും തട്ടിക്കുട്ടി ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ഇങ്ങനത്തെ ഈ പണിയെടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. പക്ഷേ ഇമ്മൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ വന്ന്, എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി പോകുന്ന വയ്ക്ക് ഇമ്മൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഉണ്ട് നല്ല ചൂട് ബീഫ് കറിയും പുട്ടും. അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചിട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്ന് ആ ഒരു പുട്ടും ബീഫ് കറിയും കഴിച്ചപ്പോൾ. കാരണം കുറേ കാലത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല അപ്പം ഉണ്ടാക്കിയ ആ ഒരു ഫ്രഷ് ബീഫ് കറിയും ആ ഒരു പുട്ടും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ ഷാക്ഷൊക്കെ ഇവിടെ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിൽ, കെച്ചപ്പ് ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പൊടികളെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതാ നമ്മൾ നമുക്ക് എത്ര എഗ്ഗാണോ അതനുസരിച്ചിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന കാര്യം മറന്നേ പോയിട്ടുണ്ടേനും. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് ആ എഗ്ഗ് അതിലേക്ക് ഒഴിക്കേണ്ടത്. പക്ഷെ ഞാൻ ഡയറക്റ്റ് എനിക്കത് മറന്നുപോയി. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വിചാരിച്ചത് ഇതിനൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടാണല്ലോ എഗ്ഗ് ഒഴിക്കേണ്ടതെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഭവം ഈ ഒരു ഷാക്ഷുക്ക എന്ന് പറഞ്ഞത് അതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്നും കൊമ്മിട്ടക്കറിയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതിനേക്കാളും കുറച്ച് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഷാക്ഷുക്കക്ക്. എനിക്ക് തോന്നുന്നത് ഇതൊരു നൈസ് പത്തിരീൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ഈ ഒരു ഷാക്ഷുക്ക. കണ്ണച്ചത്തിരീൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ണച്ചത്തിരി, പൂരി, നൈസ് പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഷാക്ഷുക്ക. പിന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ അത് കുക്കാവരുത് കേട്ടോ. അത് കുക്കായാൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത് കുക്കാവരുത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറേ നേരം കുക്ക് ചെയ്താൽ ആ ഒരു മഞ്ഞ നല്ലോണം കുക്കായി പോവും. നമ്മൾ ആ ഒരു പത്തിരി എടുക്കുമ്പോൾ ആ മഞ്ഞ പൊട്ടിച്ചിട്ട് അങ്ങനെ അതിൽ മുക്കി കഴിക്കണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഷാക്ഷൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഇസാൻക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഓനെ വേഗം പറഞ്ഞു വിടട്ടെ. ഓനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ നല്ല സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ എണീക്കേണ്ടി വരും. അല്ലാന്ന് ഓന് പോയി കഴിഞ്ഞാലാണ് ഓക്കെ ഒരു കാര്യം കഴിഞ്ഞു, ഒരു ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അതാ ഓനക്കുള്ള പത്തിരി ഞാൻ വേഗം പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കഴിക്കാൻ നേരത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടോ. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കരുത്. ഈ ഒരു പൂരി ഇങ്ങനത്തെ കണ്ണച്ചത്തിരിയൊക്കെ നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഓനക്കുള്ളത് പൊരിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ അവിടെ അങ്ങനെ പരത്തിയിട്ട് മാറ്റി വെക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇസാന് പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എണീക്കാണെങ്കിൽ എസൻ്റെ കുളിയും ബ്രഷ് ചെയ്യലും ഒക്കെ കഴിച്ചിട്ട് ഓളും കൂട്ടിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്നിപ്പം ഓൾ എണീച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനും ഇളയിച്ചിക്കുള്ള പത്തിരി അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എൻ്റെ ഷാക്ഷുക്ക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ വീണ്ടും നല്ലോണം കുക്കായി പോയിട്ടോ.
ആ മഞ്ഞ കുക്കാവരുത്, അങ്ങനെ കുക്കാവാതെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ഓഫാക്കിയാൽ കൂടി അതിൽ ആ ഒരു ചൂട് തട്ടിയിട്ട് ആ ഒരു മഞ്ഞ കുക്കാവുന്നുണ്ടാവും. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക, പിന്നെ ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻ്റായിട്ട്